ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രി മിസൈൽ അമ്യൂണിഷൻസ് ഇതിൻ്റെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈവറ്റ് കമ്പനികൾക്ക് ഈ കരാർ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് വരെ നമ്മൾ ഈ മിസൈൽസ് അമ്യൂണിഷൻസ് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കരാറുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈവറ്റ് കമ്പനികളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇതിനെയും കൂടി പ്രൈവറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് DRDOയുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് എല്ലാം നടക്കുന്നത്. പക്ഷേ ഇത് പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് സ്പീഡായിട്ട് പുതിയ ഇന്നോവേഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മിസൈൽസ് അതേപോലെ അമ്യൂണിഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തീരുമാനിച്ചിട്ടുണ്ട്. ബ്രസീലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്യാണ്. ഒക്ടോബർ 15, 16, 17 3 ദിവസവും പുള്ളി ഇന്ത്യയിലുണ്ടായിരിക്കും. സൗത്ത് കോപ്പറേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗ്ലോബൽ സൗത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് ഒരു ഡീപ്പ് ലെവലിലുള്ള കോപ്പറേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇന്ത്യ ബ്രസീൽ ഡിഫൻസ് കോപ്പറേഷൻ ഡീൽ ഉണ്ടാവാൻ പോവുകയാണ്. അതാണ് പാകിസ്ഥാന് മൊത്തം 12 മുതൽ 13 എയർക്രാഫ്റ്റുകളാണ് നഷ്ടപ്പെട്ടത് ഓപ്പറേഷൻ സിന്ദൂറിൽ, F-16 ഫൈറ്റർ ജെറ്റ് ഉൾപ്പെടെ. ഈ വിഷയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലൈം ലൈറ്റിൽ ചർച്ചയാകുന്നത്. ഈ പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് കൂടുതൽ അങ്ങോട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ഈ F-16 ഫൈറ്റർ ജെറ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാധ്യതയും കൂടി അന്വേഷിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് അത്ര എളുപ്പത്തിൽ അമേരിക്ക റീപ്ലേസ് ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല. കാരണം ട്രംപാണ് അവിടെ ഇരിക്കുന്നത്. ട്രംപ് എന്തെങ്കിലും പൈസ കൊടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാളാണ്. ഇതിൽ അമേരിക്കയ്ക്ക് എന്ത് കിട്ടും എന്നുള്ള രീതിയിൽ വളരെ ട്രാൻസാക്ഷണൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡന്റാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഇവിടുന്ന് കൊണ്ടുപോയി കല്ലും മണ്ണും സൂട്ട് കേസിൽ പൊതിഞ്ഞ് കൊണ്ടുപോയി കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ നിന്ന് F-16 ഫൈറ്റർ ജെറ്റുകൾ റീപ്ലേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ഈ F-16 തന്നെ ജോർദാൻ ബേസിൽ ഉണ്ടായിരുന്നതാണ് ഇവിടെ അമേരിക്ക പാകിസ്ഥാനിലേക്ക് മാറ്റി കൊടുത്തത്. അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കളിക്കുന്നത്. കാരണം ഈ ലോകമെമ്പാടും പല സ്ഥലങ്ങളിലും അമേരിക്കയ്ക്ക് ബേസ് ഉണ്ട്. അവിടെ എല്ലാം തന്നെ ഇവർ ഫൈറ്റർ ജെറ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും രാജ്യത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർ നേരെ അവിടെ കൊണ്ട് ഇടുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഖത്തറിലും കുറച്ച് F-16 ഫൈറ്റർ ജെറ്റൊക്കെ കൊണ്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ഡസൻസ് ഓഫ് ഫൈറ്റർ ജെറ്റ് കൊണ്ട് നിർത്തി വെച്ചിട്ടുണ്ട്. അത് ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ നിർത്തി വെച്ചിരിക്കുന്നത്. ഇറാൻ ആണെങ്കിൽ IAEAയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് യുറേനിയം സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്ന ആ ഒരു സംഘടനയാണ് ഈ IAEA എന്ന് പറയുന്നത്. അപ്പോൾ ഈ IAEA ഇറാനുമായിട്ടൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗ്രോഷി പുള്ളി പറഞ്ഞിരിക്കുന്നത് ഈ ക്രോഷിയാണ് IAEAയുടെ തലപ്പത്തിരിക്കുന്നത്. ഈ ക്രോഷി ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചിയുമായിട്ട് നടത്തിയ ചർച്ചയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അബ്ബാസ് അരക്ചി ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ IAEAയുമായിട്ട് ഞങ്ങൾ പഴയതുപോലെ തന്നെ സഹകരിച്ച് പ്രവർത്തിച്ച് സൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയാൽ എന്ത് ഉത്തരവാദിത്തമാണ് അഥവാ എന്ത് അഷുറൻസ് ആണ് ഞങ്ങൾക്ക് തരാൻ കഴിയുക IAEA കൊണ്ട്? കാരണം ഞങ്ങളുടെ സയന്റിസ്റ്റുകൾ, ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ, ഞങ്ങളുടെ റിസർച്ച് ഫെസിലിറ്റി ഇതൊക്കെ എവിടെയുണ്ട്, ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ട്, ഏത് പൊസിഷനിലുണ്ട് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ബ്ലൂ പ്രിന്റ് വരെ അറിയാവുന്ന ആൾക്കാരാണ് IAEA. അപ്പം നിങ്ങളുടെ സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഞങ്ങളുടെ സ്ഥലങ്ങളിൽ പ്രിസൈസ് ആയിട്ട് ആക്രമണം നടത്താൻ സാധിച്ചത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെയൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തന്നാൽ, അവരുടെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളിങ്ങനെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇത് ഡിസ്ക്ലോസ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് എന്താണ് ഉറപ്പ്? ഇതാണ് അബ്ബാസ് അരക്ചി ചോദിച്ച വളരെ വ്യക്തമായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് ഒരു രീതിയിലുള്ള ഉത്തരങ്ങളോ ഒരു രീതിയിലുള്ള സംസാരങ്ങളോ ചർച്ചകളോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ഇറാന്റെ മേളിൽ സാങ്ഷൻ തുടരുകയാണ്. IAEAയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കോൺട്രാക്റ്റിൽ ഇതുവരെ ഇറാൻ സൈൻ ചെയ്തിട്ടില്ല. കാരണം ഇറാൻ ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിനുള്ള ഉത്തരം IAEA പൂർത്തീകരിച്ച് കൊടുത്തിട്ടില്ല. കാരണം അവർക്കൊരു ഉത്തരവാദിത്തം കൊടുക്കാൻ വയ്യ. കാരണം ഏത് നേരത്തെ വേണമെങ്കിലും ഇസ്രായേൽ കയറി ചിലപ്പോൾ അടിക്കും, അല്ലെങ്കിൽ അമേരിക്ക കയറി അടിക്കും. ഇതാണ് അവസ്ഥ. യൂണിയൻ മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി പുള്ളി ബ്രസീലിയൻ ടീമുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കുള്ളിൽ ഏതെല്ലാം മേഖലകളിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ആ മേഖലകളെയൊക്കെ കൃത്യമായിട്ട് അതിന്റെ ബ്ലൂ പ്രിന്റും കാര്യങ്ങളുമായിട്ട് ഏതൊക്കെ മേഖലകളിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി ആ മേഖലകളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൈമാറിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് അവിടെ നടന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയുടെ ഈസ്റ്റേൺ സെക്യൂരിറ്റി മേഖല ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ICGS അക്ഷർ എന്ന് പറഞ്ഞ ഒരു വാർഷിപ്പ് നമ്മൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇത് അദ്മയ ക്ലാസ് ഫാസ്റ്റ് പെട്രോളിംഗ് വെസലാണ്. ഇത് കാരയ്ക്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, പോണ്ടിച്ചേരി കാരയ്ക്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കമ്മീഷൻ ചെയ്തത്. ഇന്ത്യയുടെ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദി പാകിസ്ഥാന് ഒരു താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. ആ താക്കീത് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുമായിട്ടുള്ള ബന്ധങ്ങൾ, തീവ്രവാദികളെ ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ
കയറ്റിവിടുക, ഈ രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ പാകിസ്ഥാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തിക്കോണം. നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ച് നീക്കിക്കളയും പാകിസ്ഥാനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓസ്ട്ര ഹിൻഡ് 2025, ഈ ഓസ്ട്ര ഹിൻഡ് 2025 എന്ന് പറയുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ 2025 ജോയിന്റ് മിലിറ്ററി എക്സസൈസ്. അത് ഒക്ടോബർ 13 മുതൽ 26 വരെയാണ് അത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഓസ്ട്രേലിയയിലുള്ള പെർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇർവിൻ ബാരക്സ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ഈ ഒരു എക്സസൈസ് നടക്കുക. ഈ മിലിറ്ററി എക്സസൈസ് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ S-400 നമുക്ക് കിട്ടാനുള്ള S-400 യൂണിറ്റുകളും 2 യൂണിറ്റ് ഇനിയും കിട്ടാനുണ്ട്. അതുപോലെ തന്നെ S-500 നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൽ S-400 നമ്മൾ ഓൾറെഡി തന്നെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതാണ്. S-500 കുറിച്ചുള്ള എവാലുവേഷൻ സ്റ്റഡിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഒരെണ്ണം വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ S-500 റഷ്യക്ക് ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്ര കാലയളവ് എടുത്ത് ഇത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ തരാൻ ഒരു താമസമുണ്ട്. അപ്പോൾ ആ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ S-500 ഓർഡറും കൂടി നമ്മൾ നടത്തും. അതുപോലെ എയർബസിന്റെ ആനുവൽ സബ്മിറ്റ് 4 ദിവസം ഇന്ത്യക്കുള്ളിൽ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിലാണ് ഇത് കണ്ടക്ട് ചെയ്തിരുന്നത്. എയർബസ് വളരെ സക്സസ്ഫുള്ളി തന്നെ അവരുടെ മീറ്റിംഗ് നടത്തി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആനുവൽ സബ്മിറ്റ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വെച്ചിട്ട് എയർബസ് അവരുടെ ആനുവൽ സബ്മിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒക്ടോബർ 9 താലിബാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു സ്വീപ്പിംഗ് ഡിപ്ലോമസിയാണ് ഇന്ത്യ. ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. കാരണം അമേരിക്ക അഫ്ഗാനിസ്ഥാൻ എടുത്ത് ഞങ്ങൾക്ക് ബഗ്രാം എയർബേസ് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പം അത് ചോദിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല, അപ്പം തന്നെ ഇന്ത്യയിലേക്ക് അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ വരുന്നു എന്നുള്ള വാർത്തയാണ് പിന്നീട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇതാ ഏതാണ്ട് 9 ആകുമ്പോഴത്തേക്കും ഇന്ത്യയിലേക്ക് പുള്ളി എത്തും. അമേരിക്ക വളരെ കൃത്യമായിട്ട് ഇതിനെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇന്ത്യ നടത്തുന്ന ഓരോ മൂവ് എന്നുള്ളത്. കാരണം ഇന്ത്യ വളർന്നു വരുന്ന ഒരു സൂപ്പർ പവറാണ്. അമേരിക്ക അതിനെ പേടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിഭീകരമായ രീതിയിൽ പേടിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ പറയുമ്പോഴത്തേക്കും പലർക്കും ചിലപ്പോൾ ചിരിയൊക്കെ വന്നേക്കാം, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. അമേരിക്ക ഇന്ത്യയെ പേടിക്കുന്നുണ്ട്. ഇന്ത്യയെ മാത്രമല്ല, വളർന്നു വരുന്ന ഏതൊരു സാമ്പത്തിക ശക്തിയും അമേരിക്ക പേടിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിലാണ് അവരുടെ പെരുമാറ്റം. ട്രംപ് പൊസിഷനിൽ വന്നപ്പോഴത്തേക്കും ഇന്ത്യക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് നേരെ തിരിച്ചാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ, അതായത് അമേരിക്ക ഉയർത്തുന്ന വെല്ലുവിളികളെ എങ്ങനെ മറികടക്കണമെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു പാഠം നമ്മളിപ്പം മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കയ്ക്കെതിരെ ഏത് രീതിയിലുള്ള ഡിപ്ലോമസി എടുക്കണം, എന്ത് സ്ട്രാറ്റജിക് മൂവ് നമ്മൾ ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യണം, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവാണ്. ഒരു പരിധി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സമ്മർദ്ദങ്ങൾ ഇന്ത്യക്ക് മേളിൽ ഇടാൻ കഴിയില്ല. കാരണം അവരുടെ കയ്യിൽ ട്രംപ് പറയുന്ന പോലെ കാർഡുകളൊന്നും തന്നെ ഉണ്ടാവില്ല. കാരണം കാർഡുകളൊക്കെ അവർ കളിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് അഫ്ഗാനിസ്ഥാൻ വരുമ്പോഴത്തേക്കും അമേരിക്ക എന്താണ് കരുതുക? ശരിക്കും പറഞ്ഞാൽ അമേരിക്ക പാകിസ്ഥാനെ ഒരു സൈഡിൽ ചാക്കിട്ട് വെച്ച് ഇന്ത്യക്കെതിരെ ഒരു ഡിപ്ലോമസി കളിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്, തകൃതിയായിട്ട് മുന്നോട്ട് നീക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ മാത്രമല്ല, ചൈനയെ നമ്മൾ ഒപ്പം കൂട്ടിയിട്ടുണ്ട്, റഷ്യ നമ്മളുടെ ഒപ്പം നിൽപ്പുണ്ട്, ഇനിയും ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് യുദ്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതൊരു ഡിപ്ലോമാറ്റിക്കൽ വാർ തന്നെയാണ്. ഈ ഡിപ്ലോമാറ്റിക് വാർ നമ്മൾ സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകും, അതിൽ യാതൊരു തടസ്സവും വരാൻ പോകുന്നില്ല. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒറ്റൊരു മനുഷ്യൻ ഇപ്പം ഇന്ത്യക്കെതിരെ പറയാനില്ല. തുർക്കി നാറ്റോ മെമ്പറായിട്ട് കൂടി നാറ്റോയിലുള്ള ഒരു രാജ്യം പോലും തുർക്കിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ അവാക്സ് എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ്, ഈ അവാക്സ് എന്ന് പറഞ്ഞാൽ റഡാർ സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏതാണ്ട് ഒരു കാർഗോ എയർക്രാഫ്റ്റിന് അത്ര വലിപ്പമുള്ള ഒരു വലിയ എയർക്രാഫ്റ്റ് ആണ്. ഈ എയർക്രാഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് റഡാർ നിരീക്ഷണങ്ങളാണ് നടത്തുന്നത്. ഇതിന് കംപ്ലീറ്റ് സിഗ്നൽസും റിസീവ് ചെയ്തുകൊണ്ട് ആ കോർഡിനേറ്റ്സിനെ കൃത്യമായിട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിലേക്കും അതേപോലെ ഗ്രൗണ്ടിലേക്കും അയച്ചു കൊടുക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള എയർക്രാഫ്റ്റ് ആണ്. ഈ എയർക്രാഫ്റ്റിന്റെ വില ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2300 കോടിയാണ് ഒരു അവാക്സ് എയർക്രാഫ്റ്റിന്റെ വില. ഇത് സ്വീഡനിൽ നിന്നും പർച്ചേസ് ചെയ്തതാണ് പാകിസ്ഥാൻ. ഈ എയർക്രാഫ്റ്റിനെ 300 കിലോമീറ്റർ അകലെ നിന്നാണ് ഇന്ത്യ അടിച്ചു വീഴ്ത്തിയിട്ടത്. 300 കിലോമീറ്റർ അകലെ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. 300 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ ഒരു ഒബ്ജക്റ്റിനെ ടാർഗറ്റ് ചെയ്ത് വളരെ പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് ഇതിനെ തകർത്ത് കളയാന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പവർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഡിഫൻസ് മേഖലയെ വിലയിരുത്താൻ. ഇത് ജസ്റ്റ് ഒരേ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. പാകിസ്ഥാനിൽ ഇന്നലെ ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു. അതായത് POK മേഖലയിൽ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയ കുറച്ച് ആൾക്കാരുടെ ബറിയൽ സെറമണി ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു രീതിയിലുള്ള മിലിറ്ററി ഓഫീസറോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പഞ്ചാബ് മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥരോ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ മനുഷ്യന്മാരില്ലായിരുന്നു ഈ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയ ഈ ആൾക്കാരുടെ ബറിയൽ സെറമണിക്ക്. പക്ഷേ നേരെ മറിച്ച്
ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തിയ തീവ്രവാദികളുടെ ബറിയൽ സെറമണിക്ക് എത്ര ആൾക്കാരാണ് നിന്നിരുന്നത് എന്നുള്ളത് 2 വീഡിയോകളുടെയും കമ്പൈലേഷനായിട്ട് ചെയ്തിട്ടൊരു വീഡിയോ വളരെ വൈറലായിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്നലെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇവിടെ വെക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇതായിരുന്നു അതിന്റെ ഒരു സംഗതി. ഈ രീതിയിലാണ് പാകിസ്ഥാനിൽ, അതായത് POKയിലെ ജനങ്ങൾ പാകിസ്ഥാനെ കാണുന്നത്. അതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതുപോലെ ഇന്ത്യ POK മേഖലയിൽ ഈ മനുഷ്യാവകാശ ലംഘനം നടത്തരുത് എന്ന് പാകിസ്ഥാൻ ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. അതായത് ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്, ഹീനമായ പ്രവൃത്തികൾ ചെയ്ത് സ്വന്തം ജനങ്ങളെ തന്നെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം കാണിക്കരുത്. ഖൈബർ പഖ്തൂണ മേഖലയിൽ ഇത് ഓൾറെഡി തന്നെ പാക് ആർമി ചെയ്തതാണ്. ആ സെയിം സംഭവം ഇപ്പം POKയിൽ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ഈസ, യൂറോപ്യൻ സ്പേസ് ഏജൻസിയും അതേപോലെ ISRO, ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇന്ത്യ നിർമ്മിക്കുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഇന്ത്യയുമായിട്ട് ചേർന്ന് ഈ ഒരു പ്രോജക്റ്റിൽ ഭാഗമാകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. ISROയുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളർച്ചയാണ്. ആ രീതിയിലുള്ള പ്രോജക്റ്റുകളും ആ രീതിയിലുള്ള മിഷനുകളുമാണ് ISRO നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇനി ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പ്രോഗ്രാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളാണ് കംപ്ലീറ്റ് ഉള്ളത്. ഇതിനകത്ത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് സ്പേസ് മേഖലയിൽ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ISRO കീഴിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വിശദമായിട്ട് നോക്കാം ഓരോന്നായിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.